ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വൃന്ദായൈ തുളസീദേവ്യായൈ പ്രിയായൈ കേശവസ്യ ച കൃഷ്ണഭക്തിപ്രദേ ദേവ്യൈ സത്യവത്यै നമോ നമഃ. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ വേദവ്യാസപ്രിയസ്വാമിൻ ഇതി നാമിനേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിഥിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനുഷം ഹൃദി ഭാവയാമി. ദിവ്യ ഭാഗവതം എന്നുള്ള ഞങ്ങളുടെ ചാനലിലേക്ക്, യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച 10ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്, ക്ലാസ് ഉണ്ടായിരുന്നത്. 11ാമത്തെ ശ്ലോകം മുതൽക്ക് ഇന്ന് ആരംഭിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അതഃ സാധോത്രയൽ സാരം സമുദ്ധൃത്യ മനീഷയാ ബ്രൂഹിണ ശ്രദ്ധാനാനാം യേനാത്മാസു പ്രസീദതി. ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അതഃ സാധോത്രയൽ സാരം സമുദ്ധൃത്യ മനീഷയാ ബ്രൂഹി ഭദ്രായ ഭൂതാനാം യേനാത്മാസു പ്രസീദതി. പദച്ഛേദം. ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അതഃ സാധോ അത്ര യൽ സാരം സമുദ്ധൃത്യ മനീഷയാ ബ്രൂഹി ന ശ്രദ്ധാനാനാം യേന ആത്മാ സുപ്രസീദതി. അനേകം കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. വേദം, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, അതിൽ ഒരു മനുഷ്യജന്മത്തിൽ നമ്മൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാത്ത അത്രയും കാര്യങ്ങൾ കേൾക്കാനും അറിയാനുണ്ട്. എന്നാൽ അതിൻ്റെ സാരം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ആദ്യത്തെ ചോദ്യം അതാണ്. അതിൻ്റെ സാരം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞങ്ങൾ എങ്ങനെയാണ് ഞാൻ ആത്മാ സുപ്രസീദതി, എങ്ങനെയാണ് ഒരു ജീവൻ
അതിൻ്റെ സാഫല്യത്തിലെത്തിച്ചേരുന്നത്, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് സൂതനോട് ശൗനകാദി മഹർഷിമാർ അവരുടെ ആഗ്രഹം അറിയിക്കുകയാണ്. സൂതജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാം. സൂതജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാം. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വസുദേവസ്യ ജാതഃ യസ്യ ചികീർഷയാം. അല്ലയോ സൂത, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. സജ്ജനങ്ങളുടെ പതിയായിട്ടുള്ള ഭഗവാനെ ശുകദേവ ഗോസ്വാമി ശ്രീമദ് ഭാഗവതം 2ാം സ്കന്ധത്തിൽ 4ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ശ്രിയപതിർ യജ്ഞപതി പ്രജാപതിർ ധിയാംപതിർ ലോകപതിർ ധരാപതി പതിർഗതിശ്ചാന്ധകവൃഷ്ണി സാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സതാം പതി. ശ്രിയപതി എന്ന് പറഞ്ഞാൽ വൈകുണ്ഠലോകത്തിലുള്ള മഹാവിഷ്ണു ഭഗവാനെ അല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ 2 പേരേ ഉള്ളൂ പത്നിമാർ, ഭൂമിദേവിയും ലക്ഷ്മിദേവിയും. എന്നാൽ ഗോലോകനാഥനായിട്ടുള്ള ഭഗവാന് എണ്ണിയാലൊടുങ്ങാത്ത ഗോപിമാരുണ്ട് അവിടെ ഭഗവാനെ സേവിക്കാനായിട്ട്. അപ്പോൾ ആ ഭഗവാനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാത്വതാം ശ്രീയപതി എന്നത് യജ്ഞപതി, പ്രജാപതി, ധിയാംപതി, ലോകപതി, ധരാപതി, പതി ഗതിശ്ചാന്ധകവിഷ്ണി സാത്വതാം. യാദവകുലത്തിൽ 108 അവാന്തര വിഭാഗങ്ങളുണ്ട്. അതിൻ്റെ മുഴുവൻ പ്രാണനും ആത്മാവുമായിരിക്കുന്ന ഭഗവാൻ, സജ്ജനങ്ങളുടെ പതിയായിട്ടുള്ള ഭഗവാൻ, അതാണ് സാത്വതാം പതി. അങ്ങനെ സജ്ജനങ്ങളുടെ പതിയായിട്ടുള്ള ഭഗവാൻ എന്തിനാണ് ഭഗവാൻ അവതാരം ചെയ്തത്? ദേവകി വസുദേവന്മാരുടെ പുത്രനായിട്ട് ഭഗവാൻ എന്തിനാണ് അവതരിച്ചത്? ഭഗവാന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നാണ് ഇവിടെ വസുദേവ എന്നുള്ളത് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അവസ്ഥയാണ്. വിശുദ്ധ സത്വം എന്നാണ് വസുദേവൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വാസുദേവൻ എന്ന വിശുദ്ധ സത്വത്തിൽ നിന്നേ വാസുദേവൻ ആവിർഭവിക്കുള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. വസുദേവര് വിശുദ്ധ സത്വമാണ്. ആ ഭാവത്തിൽ നിന്നാണ് വാസുദേവൻ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നത് എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 13ാമത്തെ ശ്ലോകം. തന്ന ശുശ്രൂഷമാണാനാമർഹസ്യംഗാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. തന്ന ശുശ്രൂഷമാണാനാമർഹസ്യംഗാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. തദ് ന ശുശ്രൂഷമാണാനാം അർഹസി അംഗ അനുവർണിതും യസ്യ അവതാരഃ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. തദ് ന ശുശ്രൂഷമാണാനാം അർഹസി അംഗ അനുവർണിതും യസ്യ അവതാരഃ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ഭഗവാന്റെ അവതാരം എന്തിന് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സകല ജീവജാലങ്ങളുടെയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മംഗളത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം. ഭവായ ച, ഭൗതികമായ ബന്ധനത്തിൽ നിന്നും മോചനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം എന്നാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ അത് കേൾക്കാനിരിക്കുന്ന ഞങ്ങൾക്ക് അതൊന്ന് അനുവർണിതും, അതിന് ഉപദേശിച്ച്. അനുവർണിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അനു എന്ന് പറഞ്ഞാൽ ഒരു ബന്ധപ്പെട്ടത് എന്നാണ് അർത്ഥം. ഈ കഥ, ഈ ആശയങ്ങൾ ആരായിട്ട് ബന്ധപ്പെട്ടിരിക്കണം? അവനവൻ്റെ ആത്മീയ ഗുരു പറഞ്ഞ വാക്കുകളുമായിട്ട് അതേപോലെ ബന്ധപ്പെട്ടിരിക്കണം. ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കണം എന്നാണ്. അതിനാൽ അവനവൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്, അവനവൻ്റെ സ്വന്തം അഭിപ്രായത്തിനനുസരിച്ച് ഈ ആശയങ്ങൾ അവതരിപ്പിക്കരുത്. അവനവൻ്റെ സ്വന്തം ആശയങ്ങൾ അവതരിപ്പിക്കരുത്. എന്നാൽ അത് ഭാഗവതമാവില്ല എന്നാണ്. അതിന് അനു എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല.
അപ്പോൾ ഗുരുനാഥനായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനായിട്ടും ബന്ധപ്പെട്ട ആശയങ്ങൾ തന്നെ വേണം ശ്രീമദ് ഭാഗവതത്തിൽ അവതരിപ്പിക്കാൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 14-ാമത്തെ ശ്ലോകം. ആപന്ന സംസൃതിം ഘോരാം യന്നാമവിവശോ ഗൃണൻ തതസദ്യോ വിമുച്യേത യദ്വിഭേദി സ്വയം ഭയം. ആപന്ന സംസൃതിം ഘോരാം യന്നാമവിവശോ ഗൃണൻ തതസദ്യോ വിമുച്യേത യദ്വിഭേദി സ്വയം ഭയം. ആപന്നഃ സംസൃതിം ഘോരാം യത് നാമ വിവശഃ ഗൃണൻ തതഃ സദ്യ വിമുച്യേത യദ് ബിഭേതി സ്വയം ഭയം. ആപന്നഃ സംസൃതിം ഘോരാം യത് നാമ വിവശഃ ഗൃണൻ തതഃ സദ്യ വിമുച്യേത യദ് ബിഭേതി സ്വയം ഭയം. അതിഭയങ്കരമായിട്ടുള്ള ആപത്തുകൾ വരുന്ന സമയത്ത് ഭഗവാനെ സ്മരിക്കാൻ പറ്റാത്ത അവശമായിട്ടുള്ള ആ സന്ദർഭത്തിൽ പോലും ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ, വിവശമായിട്ടുള്ള സമയത്ത് ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഏത് വിധത്തിലുള്ള ഭയത്തിൽ നിന്നും മോചനം തരുന്നു. കാരണം ഭഗവാൻ ഭയത്തിന് പോലും ഭയം ജനിപ്പിക്കുന്ന അവസ്ഥ ഭഗവാനുണ്ട്. ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ആ മരണഭയത്തിൽ നിന്ന് പോലും മോചനം ലഭിക്കുന്നു ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള തിരുനാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ. കാരണം നാംനാമകാരി ബഹുധാ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാല ഏതാദൃശി തവ കൃപാ ഭഗവൻ മമാപി ദുർദൈവ മീദൃശമിഹാജനാനുരാഗ. ശിക്ഷാഷ്ടകത്തിൽ ചൈതന്യ മഹാപ്രഭു സൂചിപ്പിക്കുന്നു ഒരു ശ്ലോകമാണ് അത്. അതായത് ഭഗവാന്റെ നാംനാം അകാരി ബഹുധ നിജ സർവശക്തി, ഭഗവാന്റെ തിരുനാമത്തിൽ ഭഗവാന്റെ എല്ലാ ശക്തികളും ലയിപ്പിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾക്ക് ഭഗവാനെ മുമ്പിൽ ഓരോരുത്തരുടെയും മുമ്പിൽ കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. രൂപത്തേക്കാൾ കൂടുതൽ ശക്തി ഭഗവാന്റെ നാമത്തിനുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആപത്തിൽ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ തന്നെ ആപത്തുകൾ ഒഴിഞ്ഞ് പരിശുദ്ധമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഭഗവാന്റെ മഹിമകൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ശൗനകാദി മഹർഷിമാർ പറയുന്നത്. പിന്നെ 15-ാമത്തെ ശ്ലോകം. യൽപാദ സംശയാസൂത മുനയ പ്രശമായനാഃ സദ്യ പുനന്ത്യുപസ്പൃഷ്ടാഃ സ്വർധുന്യാവോനുസേവയാം. യൽപാദ സംശ്രയാസൂത മുനയ പ്രശമായനാഃ സദ്യ പുനന്ത്യുപസ്പൃഷ്ടാഃ സ്വർധുന്യാവോനുസേവയാം. യാതൊരു ഭഗവാന്റെ ആശ്രയിച്ചുകൊണ്ടാണ് ആ മഹർഷിമാർ സജ്ജനങ്ങളായിട്ടുള്ളവർ വളരെ പെട്ടെന്ന് പരിശുദ്ധമായ അവസ്ഥയിലേക്ക് ഉയരുന്നത് എന്നാണ്. വളരെ പെട്ടെന്ന് അവർ ഉയരുന്നു. ശാന്തമായ വളരെ ഭക്തിയുടെ തീവ്രമായ അവസ്ഥയിലേക്ക് അവർ ഉയരുന്നു എന്നാണ്. സദ്യ പുനന്തി ഉപസ്പൃഷ്ടാഹ. അപ്പോൾ ഭഗവാന്റെ തൃപ്പാദത്തിന് അത്രയും പ്രത്യേകത. ശ്രീകൃഷ്ണ ത്വൽപദോപാസനം അഭയതമം എന്നാണ് പറയുന്നത്. അഭയത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയാണ് ഭഗവാന്റെ തൃപ്പാദത്തിനെ ആശ്രയിക്കുക എന്നുള്ളത്. പിന്നെ സ്വർധുന്യാവോനു സേവയ. സ്വർധുനി എന്ന് പറഞ്ഞാൽ ഗംഗാനദി. ഗംഗാ ജലം നമ്മൾ കുറച്ച് കാലം അതിന് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ പരിശുദ്ധമായ അവസ്ഥയിൽ എത്തിച്ചേരുള്ളൂ എന്നാണ്. എന്നാൽ സജ്ജനങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ ഭക്തന്മാരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ആ ഏത് പാപികളെയും ശുദ്ധീകരിക്കാൻ സജ്ജനങ്ങൾക്ക് കഴിവുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. യൽ പാദ സംശ്രയാഃ സൂത മുനയഃ പ്രശമായനാഃ സദ്യ പുനന്തി ഉപസ്പൃഷ്ടാഃ സ്വർധുനി ആപ അനുസേവയ. യത് പാദസംശ്രയാഃ സൂത മുനയഃ പ്രശമായനാഃ സദ്യ പുനന്തി ഉപസ്പൃഷ്ടാഃ സ്വർധുനി ആപ അനുസേവയ. 16-ാമത്തെ ശ്ലോകം.
കോ വാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഡ്യകർമ്മണ ശുദ്ധികാമോ ന ശൃണുയാത് യശഃ കലിമലാപഹം. കോ വാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഡ്യകർമ്മണ ശുദ്ധികാമോ ന ശൃണുയാത് യശഃ കലിമലാപഹം. കഹ വാ ഭഗവതഃ തസ്യ പുണ്യശ്ലോക ഈഡ്യകർമ്മണഃ, ഈഡ്യകർമ്മണ ഒന്നിച്ചാണ്, ശുദ്ധികാമഃ ന ശൃണുയാത് യശഃ കലിമലാപഹം, കലിമല ആപഹം. അപ്പോൾ ആരാണ് ഈ ഭൗതികമായ കലിയുഗത്തിലെ ഈ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് ആഗ്രഹിക്കുന്നവർ? കലിയെന്ന് എപ്പോഴും കലിയുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കലഹത്തിൻ്റെ ഒരു കാലമാണ്. മന്ദാസു മന്ദമതിവ മന്ദഭാജാഭദ്രുതാഹ, അത് അതിഭയങ്കരമാണ് കലിയുഗത്തിൻ്റെ അവസ്ഥ. ഒരു സമാധാനവും എവിടെയും നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള കലിയുഗത്തിൽ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർ ആരാണ് ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കാതിരിക്കുക എന്നാണ് ചോദിക്കുന്നത്. എളുപ്പമല്ല കലിയുഗത്തിലെ ദുഃഖങ്ങളിൽ നിന്നും ഭൗതികമായ ആ അവസ്ഥയിൽ നിന്നും മോചനം നേടാനായിട്ട്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ കലിയുഗത്തിലെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ പല പദ്ധതികളും പ്ലാനുകളും കൊണ്ടുവരും. എന്നിട്ട് ദയനീയമായിട്ട് പരാജയപ്പെടും. അങ്ങനെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം നേരിടുന്ന ആളുകൾക്ക് യാതൊരു ഗത്യന്തരം ഇല്ലാതെ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവനവൻ്റെ പൂർവ്വപുണ്യം കൊണ്ട് ഒരു സത്സംഗം സാധിച്ചു കഴിഞ്ഞാൽ ഇതേവരെ ഇല്ലാത്ത ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. പിന്നീട് ആ സത്സംഗത്തിനോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആകർഷണം ഉണ്ടാവും. അങ്ങനെ നിരന്തരം ആ സത്സംഗത്തിൽ കൂടെ അവർക്ക് ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കും. അങ്ങനെയുള്ള ദിവ്യമായിട്ടുള്ള ആ സജ്ജനങ്ങൾ പാടുന്ന അവരുടെ ആ കഥകൾ, അവർ പാടുന്ന ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ കേൾക്കാൻ ആരാണ് ആഗ്രഹിക്കാതിരിക്കുക എന്നാണ് ഈ ശൗനകാദി മഹർഷിമാർ സൂതനോട് ചോദിക്കുന്നത്. അങ്ങനെ ഒരു യഥാർത്ഥ സ്രോതസ്സിൽ നിന്നും ഗുരുനാഥനിൽ നിന്നും നമ്മൾ കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ പേജിലും ഓരോ വരികളിലും ഓരോ വാക്കുകളിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെടും എന്ന് സൂചിപ്പിക്കുന്നു. 17ാമത്തെ ശ്ലോകം. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹിണ ശ്രദ്ധാനാനാം ലീലയാ ദധത കലാഹ. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹിണ ശ്രദ്ധാനാനാം ലീലയാ ദധത കലാഹ. തസ്യ കർമാണി ഉദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹി ന ശ്രദ്ധാനാനാം ലീലയാ ദധത കലാഹ. തസ്യ കർമാണി ഉദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹി ന ശ്രദ്ധാനാനാം ലീലയാ ദധത കലാഹ. ഭഗവാന്റെ പുരുഷാവതാരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അതായത് കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. ഇതിൻ്റെ മുഴുവൻ ഉറവിടം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. മറ്റുള്ള അവതാരങ്ങളെല്ലാം, അതായത് ശ്രീകൃഷ്ണാവതാരം എന്നുള്ളത് ഭഗവാൻ അവതാരിയാണ്. അപ്പോൾ ഈ അവതാരങ്ങളെല്ലാം പുരുഷാവതാരങ്ങളിൽ കൂടെയാണ് മറ്റുള്ള അവതാരങ്ങളെല്ലാം വന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ സജ്ജനങ്ങളായിട്ടുള്ളവർ ആ ഭഗവാന്റെ അവതാര മഹിമകളെ നിരന്തരം കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ ഈ അവതാരങ്ങൾക്ക്, വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹാവതാരം, ഇതൊക്കെ ഈ ഭഗവാന്റെ ലീലകൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം എടുത്തിട്ടുള്ളത് ഭഗവാൻ. അപ്പോൾ സാധാരണ ഒരു വരാഹമല്ല അത്. കാരണം 50 കോടി യോജന വലുപ്പമുള്ള, അത്രയും വലുപ്പമുള്ള ഈ ഗർഭോദക സമുദ്രത്തിൽ താണു പോയിട്ടുള്ള ഭൂമിയെ ഉയർത്തിക്കൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ എങ്ങനെയാണ് വളരെ എളുപ്പത്തിലാണ് ഒരു
ഈ പന്നികൾ ആ മണ്ണിൽ ഇങ്ങനെ കൊമ്പ് കുത്തി കളിക്കുന്ന സമയത്ത് ഒരു മുത്തങ്ങ അതിൻ്റെ കൊമ്പിൽ പറ്റിക്കഴിഞ്ഞാൽ അതിന് വല്ല ഭാരമുണ്ടോ അതിന്? അതേപോലെ അല്ലെങ്കിൽ ഒരു ആന വെള്ളത്തിൽ കളിക്കുന്ന സമയത്ത് ഒരു താമരയുടെ മൊട്ട് അതിൻ്റെ കൊമ്പിൽ തട്ടി വന്നു കഴിഞ്ഞാൽ അതിന് വല്ല ഭാരമുണ്ടോ? ഇതേപോലെയാണ് 50 കോടി യോജന ഉള്ള ഈ ഭൂമിയെ ഭഗവാൻ തൻ്റെ തേറ്റയിൽ അനായാസമായിട്ട് ഉയർത്തിയത്. മന്ദർപർവ്വതത്തിന് ഉയർത്താനായിട്ട് അവിടുന്ന് കൂർമ്മമൂർത്തിയായിട്ട് അവതരിച്ചു, നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചു, വാമനമൂർത്തിയായിട്ട് അവതരിച്ചു. ആ അവതാരത്തിൽ ഭഗവാന്റെ തൃപ്പാദം എവിടെ എത്തി? ചെറിയ ഉണ്ണിയാണ്, വാസ്തവത്തിൽ ചെറിയ ഉണ്ണിയാണ്, 3 അടിയൊക്കെ ഉയരേയുള്ളൂ. പക്ഷെ ഭഗവാന്റെ പാദം എവിടെ എത്തി? ഈ ബ്രഹ്മാണ്ടങ്ങളെ തുളച്ചപ്പുറത്തേക്ക് പോയിട്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ പുറത്തുള്ള ഗംഗ ഭഗവാന്റെ പാദത്തിനെ തഴുകിയിട്ട് ഒഴുകി വന്നു. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങൾക്കെല്ലാം അനന്തമായിട്ടുള്ള മഹിമകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ ഭഗവാന്റെ ആ കഥകളെക്കുറിച്ചൊക്കെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ശൗനകാദി മഹർഷിമാർ സൂതനോട് ആവശ്യപ്പെടുന്നത്. അതായത് ആ ഭഗവാന്റെ ലീലയ്ക്ക് വേണ്ടി ഭഗവാൻ ചെയ്തിട്ടുള്ള അനേക സൃഷ്ടികൾ, അവതാരങ്ങളെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. പിന്നെ 18ാമത്തെ ശ്ലോകം. അഥാഖ്യാഹി ഹരേർധീമൻ അവതാരകഥാശുഭാഃ ലീലാവിദധത സ്വൈരം ഈശ്വരസ്യാത്മമായയാം. അഥാഖ്യാഹി ഹരേർധീമൻ അവതാരകഥാശുഭാഃ ലീലാവിദധത സ്വൈരം ഈശ്വരസ്യാത്മമായയാം. അഥ ആഖ്യാഹി ഹരേഃ ധീമൻ അവതാരകഥാഃ ശുഭാഃ ലീലാ വിദധത സ്വൈരം ഈശ്വരസ്യ ആത്മമായയാ. ഇവിടെ ശൗനകാദി മഹർഷിമാർ പറയുന്നത് ഭഗവാന്റെ ഈ അവതാരങ്ങൾക്ക് ഭഗവാൻ സ്വന്തം മായ കൊണ്ട്, ആത്മമായ കൊണ്ടാണ് അവതാരങ്ങൾ എടുക്കുന്നത് എന്നാണ്. ഭഗവാന് സർവതന്ത്ര സ്വതന്ത്രനാണ്, ഭഗവാൻ സർവശക്തനാണ്, സർവവ്യാപിയാണ്. അതുകൊണ്ട് ഭഗവാന് ഏത് വിധം ലീലകൾ ചെയ്യാനും ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കും എന്നാണ്. അപ്പം അങ്ങനെയുള്ള ഭഗവാന്റെ അവതാര കഥകൾ എല്ലാം വളരെ ശുഭമായിട്ടുള്ളതാണ്, ലോകത്തിന് മംഗളം കൊടുക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കഥ പാടിയാൽ തന്നെ, ഏതെങ്കിലും ഒരു നാമം, ഒരു അവതാരത്തിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ നമ്മളുടെ സകല പാപങ്ങളും വല്ലാതെയായി തീരും, മനസ്സ് പരിശുദ്ധമായി തീരും എന്നാണ്. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാൻ അവതാരങ്ങളെടുത്ത് എങ്ങനെയാണ്? ഭഗവാൻ സ്വന്തം മായ കൊണ്ട്, ആത്മമായ കൊണ്ടാണ് അവതാരങ്ങൾ എടുത്തത്. അതുകൊണ്ട് ലോകത്തിലെ സജ്ജനങ്ങൾ, വിശ്വാസമുള്ളവരെ ആകർഷിച്ച് അവരെ ഭഗവത് ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരങ്ങൾ എടുത്തത് എന്നാണ്. അങ്ങനെയുള്ള ആ ലീലകൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 19ാമത്തെ ശ്ലോകം. വയം ത്വനവിതൃപ്യാമ ഉത്തമശ്ലോകവിക്രമേ യശൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. വയം ത്വനവിതൃപ്യാമ ഉത്തമശ്ലോകവിക്രമേ യശൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. വയം തു ന വിതൃപ്യാമ ഉത്തമശ്ലോക വിക്രമേ യൽ ശൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. വയം തു ന വിതൃപ്യാമ ഉത്തമശ്ലോക വിക്രമേ യൽ ശൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. ഞങ്ങൾക്ക് ഉത്തമ ശ്ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഉത്തമമായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വേദമന്ത്രങ്ങളെ കൊണ്ട് സ്തുതിക്കപ്പെടുന്ന ഭഗവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉത്തമ എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തിന് അതീതമായിട്ടുള്ളത് എന്നും അർത്ഥമുണ്ട്. ഭഗവാന്റെ ആ കഥകൾ കേട്ടിട്ട് ഞങ്ങൾക്ക് തൃപ്തി വരുന്നില്ല. സ്വാദു സ്വാദു പദേ പദേ. ഓരോ വാക്കുകളും ഞങ്ങൾക്ക് വളരെ ആകർഷണമായി തോന്നുന്നു. എന്തുകൊണ്ടാണ് ഈ ആകർഷണം തോന്നുന്നത്? ഭൗതികമായിട്ടുള്ള ആ മോഹങ്ങൾ ഇല്ലാതെ അത് വളരെ കുറഞ്ഞു വരുന്നവർക്കാണ് ഭഗവാനോട് കൂടുതൽ ആകർഷണം തോന്നുക എന്നാണ്.
ആദ്യമൊക്കെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഭഗവാന്റെ തിരുനാമത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ, ഭാഗവതത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ, സത്സംഗത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ അത്രയൊന്നും ആകർഷണം തോന്നില്ല. കാരണം എന്താ, ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കർമ്മബന്ധങ്ങൾ, സംസ്കാരങ്ങൾ, അത് നമ്മളെ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. അപ്പോൾ എന്താ വേണ്ടത്? നിരന്തരം കേൾക്കുക. അതിനുള്ള ഒരേ ഒരു പരിഹാരം എന്താണ്? നിരന്തരം കേൾക്കുക. ഭഗവാന്റെ ആ നാമത്തിൻ്റെ മഹിമ അറിഞ്ഞാണെങ്കിലും അറിയാതാണെങ്കിലും നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ വിശ്വാസത്തോടു കൂടി ജപിച്ചു കഴിഞ്ഞാൽ അന്ധക്കരണ ശുദ്ധി വരും. അന്ധക്കരണ ശുദ്ധി വന്നാൽ എത്ര കണ്ട് നമ്മൾ നാമം ജപിക്കണോ അത്രയൊന്നും മനസ്സ് പരിശുദ്ധമാവും തോറും ഭഗവാന്റെ കഥകളോടുള്ള വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കുന്നതോറും നാമം ജപിക്കാനുള്ള ശ്രദ്ധ കൂടി വരും. ശ്രദ്ധ കൂടി വരുന്തോറും യഥാമാം പ്രപദ്യന്തേത്താം സദൈവ ഭജാമ്യഹം എന്നാണ് പറയുന്നത്. എങ്ങനെയാണോ നമ്മൾ ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് ഭഗവാൻ ആഗ്രഹിക്കുന്നത്, അതേപോലെ ഭഗവാൻ നമ്മെയും ആത്മാർത്ഥമായിട്ട് ഭഗവാന്റേതായിട്ട് നമ്മൾ മാറ്റും എന്നാണ് പറയുന്നത്. അതാണ് അങ്ങനെ വരുമ്പോഴാണ് സ്വാദു സ്വാദു പദേ പദേ. ഭാഗവതത്തിലെ അതേപോലെ സജ്ജനങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും വളരെ ആസ്വാദ്യകരമായിട്ട് മാറും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വയം ത്വനവിതൃപ്യാമ ഉത്തമശ്ലോകവിക്രമേ യച്ഛൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. 20ാമത്തെ ശ്ലോകം. കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷാം. കൃതവാൻ കില കർമാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷാം. കൃതവാൻ കില കർമാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷ. ഭഗവാൻ ബലരാമനോട് കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്തെല്ലാം ലീലകൾ ചെയ്തു അവിടേക്കാണ് വരുന്നത്. ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്ന് പറയുന്നുണ്ട്. ആ ആശയങ്ങളിലേക്കാണ് ഇപ്പോൾ ഇവിടെ ശൗനകാദി മഹർഷിമാർ എത്തിച്ചേരുന്നത്. കൃതവാൻ കില വീര്യാണി, ഭഗവാൻ ബലരാമനോടുകൂടി അവതരിച്ച് എന്തെല്ലാം ലീലകൾ ചെയ്തു. അതിമർത്യാനി ഭഗവാൻ, അതായത് ഭഗവാൻ അതിദുർലഭമായ ലീലകൾ, ഒരു അവതാരങ്ങളിലും ചെയ്യാത്ത അത്ഭുത ലീലകൾ ഭഗവാൻ ചെയ്തു. ഗൂഢ കപടമാനുഷ, ഭഗവാൻ ഇവിടെ മനുഷ്യനെ പോലെ അഭിനയിച്ചു. ചെയ്തതെന്താണ്? അത്യത്ഭുതകരമായ ലീലകൾ. ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകത അതാണ്. അതായത് ഭഗവാൻ നരസിംഹാവതാരത്തിലെ മറ്റുള്ള അവതാരങ്ങളിലൊക്കെ ഭഗവാന്റെ രൂപത്തിന് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ചെറിയ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നും ചെറിയ വരാഹത്തോകമായിട്ട് ഒരു വിരലിൻ്റെ അത്ര വലുപ്പത്തിലാണ് ഭഗവാൻ വന്നത്. പക്ഷെ പെട്ടെന്ന് ഭഗവാൻ വലുതായി. കൂർമ്മമൂർത്തി വലുതായി, വാമനമൂർത്തി വലുതായി, അല്ലേ? രൂപവ്യത്യാസം വരുത്തി. എന്നാൽ രൂപത്തിന് യാതൊരു മാറ്റവും വരുത്താതെ 6 ദിവസമായ സമയത്താണ് പൂതനയെ ഭഗവാൻ വധിച്ചത്. 6 ദിവസമായി കിടക്കുന്ന അതേ കുഞ്ഞിനെ പോലെ അഭിനയിച്ചു ഭഗവാൻ. 1 വയസ്സിലാണ് ഭഗവാൻ തൃണാവർത്തനെ വധിച്ചത്. 3 മാസം തികയുന്ന ദിവസം 84ാമത്തെ ദിവസമാണ് ഭഗവാൻ ശകടാസുരനെ വധിച്ചത്. അപ്പോൾ ഭഗവാൻ ഏത് പ്രായത്തിലാണോ സാധാരണ മനുഷ്യർ, അതേപോലെ ഭഗവാൻ ഗൂഢകപടമാനുഷ മനുഷ്യനായിട്ട് അഭിനയിച്ചു ഭഗവാൻ. അപ്പോൾ ബലരാമനോടുകൂടി ഭഗവാൻ ചെയ്തിട്ടുള്ള ലീലകളെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ അതിൽ ഭഗവാൻ പറയുന്നു, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ലീലകൾ കേൾക്കണമെങ്കിൽ മഹാഭാഗ്യം ചെയ്യണം. ഭഗവാന്റെ ലീലകളിൽ കൂടെ, ദിവ്യമായ ലീലകൾ കേൾക്കുന്നതിൽ കൂടെ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അവസ്ഥ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണകാരണം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് നമ്മളെ മുക്താവസ്ഥയിൽ മാത്രമല്ല, മുക്തിയുടെ അതിനേക്കാൾ ഉയർന്ന പഞ്ചമപുരുഷാർത്ഥമായിട്ടുള്ള ഭക്തിയുടെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതാണ് ഈ കഥകളുടെ പ്രത്യേകത ഭഗവാന്റെ എന്നാണ് സൂചിപ്പിക്കുന്നത്. 21ാമത്തെ ശ്ലോകം.
കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനാ ദീർഘസത്രേണ കഥായാം സക്ഷണാ ഹരേഃ. കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനാ ദീർഘസത്രേണ കഥായാം സക്ഷണാ ഹരേഃ. കലിം ആഗതം ആജ്ഞായ ക്ഷേത്രേ അസ്മിൻ വൈഷ്ണവേ വയം ആസീനാഃ ദീർഘസത്രേണ കഥായാം സക്ഷണാഃ ഹരേഃ. കലിം ആഗതം ആജ്ഞായ, അതായത് കലിയുഗം വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നൈമിഷാരണ്യത്തിലെ ഈ വൈഷ്ണവ ക്ഷേത്രത്തിൽ ഈ വൈഷ്ണവന്മാർ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനമാണ് നൈമിഷാരണ്യം. അവിടെ ഞങ്ങൾ ഒത്തുചേർന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ദീർഘസത്രേണ, 1-2 ദിവസത്തെ അല്ല, 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സജ്ജന സമ്മേളനമാണ് ഇവിടെ. ഒരേ ഒരു ഉദ്ദേശം മാത്രം, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള കഥകൾ പറയുക, അത് കേൾക്കുക ശ്രദ്ധയോടുകൂടെ എന്നുള്ളത്. ആ സത്രത്തിലേക്കാണ്, ആ സമ്മേളനത്തിലേക്കാണ് സൂതൻ കടന്നു വരുന്നത്. ഞങ്ങളുടെ ഒരേ ഒരു ഉദ്ദേശം എന്താണ്? ചാൻറ്റിങ് ആൻഡ് ഹിയറിങ്, കേൾക്കുക, കീർത്തിക്കുക, നിരന്തരം ഭഗവാന്റെ മഹിമകൾ കേൾക്കുക, അത് കീർത്തിക്കുക, അതിൽ കൂടെ ആനന്ദം അനുഭവിക്കുക, അത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്നാണ്. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം അതാണ്. പല പല സമ്മേളനങ്ങൾ നടത്താറുണ്ട്. ആ സമ്മേളനങ്ങളിലൊന്നും ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ടാവാറില്ല. എന്നാൽ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള കഥകൾ കേൾക്കുക, പറയുക, നാമങ്ങളെക്കുറിച്ച് കേൾക്കുക, പറയുക, കീർത്തിക്കുക, ഇതാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് ശമനകാദി മഹർഷിമാർ പറയുന്നു. നമുക്കിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.